ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ലളിതക്കാക്കയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിൽ 1,00,000-ലധികം കാഴ്ചക്കാരായ ആ വീഡിയോയ്ക്ക് കുറെ കമന്റ് വന്നു. കുറച്ച് ആളുകൾക്ക് മറുപടി കൊടുത്തു. എല്ലാവരോടും സ്നേഹം മാത്രം. സമയം കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് മറുപടി തരാം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഡ്രോങ്കോ പക്ഷികളെ കുറിച്ച് കുറെ ആളുകൾക്ക് കുറെ സംശയമുണ്ട്. അതാണ് ഈ കമന്റിൽ നിന്ന് മനസ്സിലായത്. എന്റെ ചെറിയ അറിവിൽ നിന്നും ഞാനത് പറയാം. നിങ്ങളുടെ അനുഭവവും അറിവും വിലപ്പെട്ടതാണേ. ഇനിയും അതെല്ലാം എന്നോട് പങ്കുവെക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടിക്രൂഡിഡെ ഫാമിലിയിലുള്ള ഡ്രോങ്കോ പക്ഷികൾ അഥവാ ആനറാഞ്ചികൾ കേരളത്തിൽ 6 ഇനമാണുള്ളത്. ലോകത്താകമാനം 28 ഇനമുണ്ട്. അതിൽ കേരളത്തിലുള്ള 6 ഇനങ്ങളുടെ പേര് ഞാൻ പറയാം. 1. ആനറാഞ്ചി ബ്ലാക്ക് ഡ്രോങ്കോ. ഇവരെക്കാൾ വലിയ പക്ഷികളെ തുരത്തി ഓടിക്കാൻ ഇവർക്ക് യാതൊരു ഭയവുമില്ല. അതുകൊണ്ടാണ് ഇവരെ ആനറാഞ്ചി പക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യ, ഇറാൻ, ചൈന, ശ്രീലങ്ക, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇവരെ കാണപ്പെടുന്നത്. ഇവരുടെ കുടുംബ പേരായ ആനറാഞ്ചി എന്ന പേരിൽ തന്നെയാണ് ഇവരെ അറിയപ്പെടുന്നത്. തൂവലിന് തിളക്കമുള്ള കറുപ്പ് നിറമാണ്. 2. കാക്കത്തമ്പുരാൻ അല്ല കാക്കത്തമ്പുരാട്ടി ആഷി ഡ്രോങ്കോ. അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ മലനിരകൾ മുതൽ ഇന്തോനേഷ്യ വരെ ഇവരെ കാണപ്പെടുന്നു. കേരളത്തിൽ ഇവരൊരു ദേശാടന കിളിയാണ്. നേരത്തെ പറഞ്ഞ ആനറാഞ്ചിയേക്കാൾ ചെറിയ ശരീരമാണ് ഇവരുടേത്. കാലാവസ്ഥ മാറ്റമനുസരിച്ച് ഇന്ത്യയുടെ തെക്ക് ഭാഗങ്ങളിലേക്കും ശ്രീലങ്കയിലും ഇവർ ദേശാടനം നടത്താറുണ്ട്. തിളങ്ങുന്ന ചുവന്ന കണ്ണുകളും മെലിഞ്ഞ ശരീരവും നല്ല കറുപ്പല്ല ചാരനിറത്തിലുള്ള തോവലുകളും ഇവരുടെ പ്രത്യേകതയാണ്. 3. കിന്നരിക്കാക്ക ഹെയർ ക്രിസ്റ്റൽ ഡ്രോങ്കോ. ഈ കുടുംബത്തിലെ അത്യാവശ്യം വലിയ പക്ഷിയാണ് ഇവരും. കഴുത്തിൽ ചെറിയ പുള്ളികൾ, തിളങ്ങുന്ന കറുപ്പ് കളർ. ഇവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ വാലിന്റെ രണ്ടറ്റവും സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കും. 4. കാക്കരാജൻ വൈറ്റ് ബെല്ലഡ് ഡ്രോങ്കോ. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കിളിയാണ്. ഇവരുടെ വയർ മുതൽ വാലിന്റെ തുടക്കം വരെയുള്ള തൂവലുകൾക്ക് വെള്ള നിറമാണ്. 5. കാടുമുഴുക്കി ഗ്ലിറ്റർ റാക്കറ്റ് ടെയിൽഡ് ഡ്രോങ്കോ. നാട്ടിൻ പുറങ്ങളിലും കാടുകളിലും കണ്ടുവരുന്ന പക്ഷിയാണിവർ. ആനറാഞ്ചി വർഗത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണിവർ. ഇവരിമ്പമുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും മറ്റു പക്ഷികളുടെ ശബ്ദം അനുകരിക്കുക ഇവർ മിടുക്കരുമാണ്. ഇവരെ കരാളൻ ചാത്തൻ, ഇരട്ടവാലൻ എന്നീ പേരുകളിലും അറിയപ്പെടും. 6ാമത്തെ ഇനമാണ് ഞാൻ ചെയ്ത വീഡിയോയിലെ ലളിത കാക്ക ബ്രോൺസഡ് ഡ്രോങ്കോ. കണ്ടോ, ഇവരൊരു കുഞ്ഞൻ പക്ഷിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ നേരത്തെ കാണിച്ച പക്ഷിയേക്കാൾ എന്ത് വ്യത്യാസമുണ്ട് ഇതിനക്ക്. ലളിതക്കാക്കയുടെ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, കാണുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.